നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാത്തതിലിടഞ്ഞ വനിതാ ലീഗ് പരസ്യ പ്രതിഷേധത്തിനില്ല. UDFന്റെ വിജയത്തിനായി പ്രവർത്തിക്കാൻ വനിതാ ലീഗ് നേതൃയോഗത്തിൽ തീരുമാനം. നേതൃത്വം ആവശ്യപ്പെടുന്ന മണ്ഡലങ്ങളിൽ പ്രചാരണം സജീവമാക്കാൻ യോഗത്തിൽ ധാരണാ. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്നും നിഖിൽ പ്രമേഷ് ചേരുന്നു. നിഖിൽ പ്രമേഷ്, വനിതാ ലീഗിന് വേണ്ടത്ര പ്രാതിനിധ്യം നൽകിയിട്ടില്ല. വനിതാ നേതാക്കളായ ഫാത്തിമ തെഹ്ലിയെ പേരാമ്പ്രയിലും ജയന്തി രാജനെ കൂത്തുപറമ്പിലുമാണ് പരിഗണിച്ചത്. അവരെ പക്ഷേ വനിതാ ലീഗിന്റെ കോട്ടയിൽ ഉൾപ്പെടുത്തേണ്ടതില്ല എന്നൊക്കെയായിരുന്നു നേരത്തെ വനിതാ ലീഗ് ഭാരവാഹികൾ പറഞ്ഞിരുന്നത്. ഇപ്പോൾ വനിതാ ലീഗിന്റെ പ്രതിഷേധം തണുത്തോ? ദിലീപ് കുമാർ, വനിതാ ലീഗ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ കലാപക്കൊടി ഉയർത്തിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ കോഴിക്കോട് സൗത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ട നൂർബിന റഷീദ് അടക്കം ഇതിനെതിരെ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യം അവരൊരു ഓൺലൈൻ യോഗം ചേരുകയും ആ യോഗത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് അതായത് പരസ്യ പ്രതിഷേധത്തിലേക്ക് പോകേണ്ട, പക്ഷേ തങ്ങളുടെ പ്രതിഷേധം നേതൃത്വത്തെ അറിയിക്കണമെന്നുള്ള തീരുമാനമായിരുന്നു കൈക്കൊണ്ടിരുന്നത്. മുഴുവൻ പേരും രാജിവെച്ച് പ്രതിഷേധിക്കണമെന്നാണ് ആ യോഗത്തിൽ നൂർബിന റഷീദ് അറിയിച്ചത്. പിന്നീട് ഈ നേതാക്കൾ ഒന്നിച്ചിരുന്നൊരു യോഗം ചേർന്നപ്പോഴാണ് അങ്ങനെ പരസ്യ പ്രതിഷേധത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് മുന്നണിക്ക് തന്നെ ദോഷം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും, അതിന് നമ്മൾ തുടക്കമിട്ടുകൂടാ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേർന്നത്. ഈ പശ്ചാത്തലത്തിൽ യാതൊരു തരത്തിലുള്ള ഉപാധികളുമില്ലാതെ, യാതൊരു തരത്തിലുള്ള പ്രതിസന്ധിയും പാർട്ടിക്ക് സൃഷ്ടിക്കാതെ നേതാക്കൾ ആവശ്യപ്പെടുന്ന മണ്ഡലങ്ങളിൽ അതിൻ്റെ പതാകവാഹകരായി അവിടെ പ്രചരണത്തിന് തങ്ങൾ ഉണ്ടാകണമെന്നുള്ളൊരു തീരുമാനമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ വനിതാ ലീഗ് കൈക്കൊണ്ടിട്ടുള്ളത്. 2 വനിതകൾക്ക് ഇത്തവണ ചരിത്രത്തിൽ ആദ്യമായിട്ട് മുസ്ലിം ലീഗ് അവസരം നൽകി. ജയന്തി രാജനും ഫാത്തിമ തെഹ്ലിക്കും. ആ 2 വനിതകളെ പരിഗണിച്ചത് വനിതാ ലീഗിനുള്ള പരിഗണനയായി കാണണം എന്നുള്ള തീരുമാനമാണ് യോഗത്തിൽ സുഹ്റാം അമ്പാടക്കം നിലപാടെടുത്തത്. ഈ യോഗത്തിലും തങ്ങൾ പ്രതിഷേധിക്കണമെന്നുള്ള മുൻ നിലപാടിൽ തന്നെയായിരുന്നു നൂർബിന റഷീദ്. പക്ഷെ അവരുടെ അഭിപ്രായത്തിന് വേണ്ടുന്ന പിന്തുണ ലഭിച്ചില്ല. ഭൂരിഭാഗം വനിതാ ലീഗ് നേതൃനിരയിലുള്ള ആളുകളും നേതൃത്വത്തിനൊപ്പം തന്നെ നിൽക്കണം, മുസ്ലിം ലീഗ് നേതൃത്വത്തിനൊപ്പം തന്നെ നിൽക്കണം, നമ്മളിപ്പോൾ പ്രചരണത്തിൽ മുന്നിലുണ്ടാകണം, UDFനെ അധികാരത്തിൽ കൊണ്ടുവരാൻ നമ്മൾ മുന്നിൽ നിന്ന് പ്രവർത്തിക്കണമെന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. ഇതോടുകൂടി കലാപക്കൊടി ഉയർത്തുക എന്നുള്ള നീക്കം പൂർണ്ണമായി വനിതാ ലീഗ് വേണ്ട എന്ന് വെച്ചിരിക്കുന്നു. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ തങ്ങൾക്ക് പ്രാതിനിധ്യം കിട്ടണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ഉണർന്നു പ്രവർത്തിക്കണം. ഇനിയിപ്പോൾ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ വിവിധ സ്ഥാനങ്ങളിലേക്ക് അടക്കം പരിഗണിക്കണമെങ്കിൽ കാര്യമായിട്ടുള്ള നീക്കം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് വനിതാ ലീഗിന്റെ സംസ്ഥാന നേതൃയോഗത്തിൽ ഉയർന്നത്. ദിലീപ് കുമാർ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വനിതാ ലീഗിന് വേണ്ടത്ര പ്രാതിനിധ്യം നൽകിയില്ല എന്നാരോപിച്ച് വനിതാ ലീഗ് പ്രതിഷേധത്തിനൊരുങ്ങാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ പ്രതിഷേധം വേണ്ട. പ്രചാരണ രംഗത്തിൽ സജീവമാകാൻ UDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ വനിതാ ലീഗ് തീരുമാനിച്ചിരിക്കുന്നു. വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന് നിഖിൽ പ്രമേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.